റീസെന്റ് ആയിട്ടൊന്നല്ല, ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് ഈ സെക്ഷൽ അസോൾട്ട് അല്ലെങ്കിൽ ഹാരാസ്മെന്റ്സ് ഇതൊക്കെ വരുമ്പം പൊതുവെ പറയുന്നതാണ്, ചിലപ്പോൾ വീട്ടിൽ നിന്ന് എന്താണ് കാര്യം എന്ന് പാരന്റ്സ് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ഈ ഗുഡ് ടച്ച് എന്താണ്, ബാഡ് ടച്ച് എന്താണ്, ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പിള്ളേർക്ക് ആദ്യമേ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു അവയർനെസ് കൊടുക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിക്കേണ്ടത്? ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒത്തിരി വീഡിയോസ് കണ്ടു. അത് നല്ലൊരു കാര്യമാണ്. ഇങ്ങനെ ആൾക്കാർക്ക് അവയർനെസ് കൊടുക്കുന്ന വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അത് മാത്രമല്ല, ഈ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവമുണ്ട്. ഈ ചെറുപ്പത്തിലെ തന്നെ ആണെങ്കിലും പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ അടുത്താണെങ്കിലും വീട്ടിൽ വരുന്ന റിലേറ്റീവ്സ് ഇതുവരുമായിട്ടൊക്കെ എങ്ങനെ ബൗണ്ടറി സെറ്റ് ചെയ്യണം, ചില കാര്യങ്ങളിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കണം, എങ്ങനെ നോ പറയണം, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ പേരൻസിനും അറിയില്ല. അതങ്ങനെയാണ്, അവരൊക്കെ ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ വളർന്നു വന്നുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ഇതാണ്. പക്ഷെ അത് കുട്ടികളെ എങ്ങനെയും പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ അതിന് പറയുന്ന അഹങ്കാരം എന്നാണ് പറയുന്നത്. അത് അവിടെയാണ് ഒരു പ്രശ്നം. വളരെ വ്യക്തമായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്ത് അങ്ങനെ ജീവിക്കേണ്ട ആവശ്യമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കുറേ ട്രബിൾസിലൊക്കെ ചെന്ന് ചൈൽഡ്ഹുഡ് ട്രോമ, ചൈൽഡിൽ ഈ സെക്ഷൽ അബ്യൂസ് നേരിട്ട ആളുകൾ ഇഷ്ടം പോലുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതവർ തുറന്നു പറഞ്ഞിട്ടില്ല. ആ ട്രോമയും കൊണ്ട് പേറി നടക്കുന്നവർ, ഡിപ്രഷനും മറ്റ് ശാരീരിക അസ്വസ്ഥതകളും ഒക്കെ ആയിട്ട് ആ ട്രോമ സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. നമ്മുടെ ഒരു സമയത്തേക്ക് ഒരു ഫാമിലി സിസ്റ്റം അങ്ങനെയായിരുന്നു. ഈ ബൗണ്ടറികളൊന്നും സെറ്റ് ചെയ്യാതെ എല്ലാവർക്കും വരുവാനും എല്ലാം ഇങ്ങനെ ചെയ്യുന്നത്, വിളി പറയരുതെന്ന് ഭീഷണിപ്പെടുത്തി പറയുന്നത് അങ്ങനെയുണ്ട്. ഈ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അന്നെന്താ അത് പറയാഞ്ഞത് എന്നുള്ളൊരു ചോദ്യം കേട്ടിട്ടുണ്ട്. അന്ന് പറയാതിരുന്നതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ ഇതിന്നൊക്കെ പിന്മാറി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് വേറൊരു ചുറ്റുപാടിലെത്തി ഒരു എംപവർമെൻറ്റ് കിട്ടിക്കഴിയുമ്പോഴായിരിക്കും ഒരുപക്ഷെ അന്ന് തന്നെ യൂസ് ചെയ്യുകയായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് തന്നെ ഉണ്ടാകും. റീല് കാണുന്നു, ഒരു ബോറെന്ന് തോന്നുന്ന നിമിഷം നമ്മൾ സ്വൈപ്പ് ചെയ്യും, അടുത്ത റീൽ അവിടെ വന്ന് കിടക്കുകയാണ്. അത്രയ്ക്ക് കോമ്പറ്റീഷനാണ്. അപ്പോൾ ആൾക്കാരെ എൻഗേജ് ചെയ്ത് നിർത്തുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അതിനകത്ത്. അല്ലാതെ അങ്ങനെ എൻ്റെ പണിയും ഇതും കൂടെ ഒരുമിച്ച് ചെയ്യുന്നതല്ല. കുറച്ചൊരു ക്യൂരിയോസിറ്റി അതിനകത്ത് വരികയാൽ എന്തോ ചെയ്യുകയാണ്, അല്ല എന്താണ്, അങ്ങനെയുള്ളൊരു ഇതേ ഉള്ളൂ. ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത് അങ്ങനെയായിരുന്നു. യൂട്യൂബ് വീഡിയോ എനിക്ക് നിർബന്ധമായിരുന്നു ആ സ്ഥലത്ത് പോയി നിന്ന് അവിടെ നിന്ന് അതിനെപ്പറ്റി സംസാരിക്കണമെന്ന്. ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യമാണത്. നമ്മളിപ്പം വീട്ടിൽ വന്നിരുന്ന് വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസിയാണ്. പക്ഷെ ഇത് ഭയങ്കര, പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഓഡിയൻസിനകത്ത് കുറച്ചുകൂടെ ഒരു താല്പര്യവും ഇഷ്ടവും ഒക്കെ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്നത്. എന്തായാലും ആ കൊടീശ്വരൻ താങ്ക്സ്. ചേട്ടന്റെ വീഡിയോസിനെ ഒരുപാട് പേര് റിലേ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ചോദിക്കാം. കുറെ പേര് കണ്ടിട്ട് ഇങ്ങനെ അങ്ങനെയാണോ ഇങ്ങനെയാണോ അല്ലെങ്കിൽ അവരുടെ ജീവിത എക്സ്പീരിയൻസ് വന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ ജോലി സ്ഥലത്ത് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതിനോട് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യണം,